പഠിച്ചോണ്ടിരിക്കുന്നത്. ഞാനും പിള്ളേരും കൂടെ പോയി തിരിച്ച് പിടിച്ചോണ്ട് വന്നാണെന്ന്. ഇവിടെ മത്തായിയേ, എടാ മത്തായിയേ, എടാ മത്തായിയേ, എടാ ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? ഞാൻ കേക്കേ മനസ്സിലാക്കി കേക്കല്ല കേക്കാൻ. മോള് വല്ലവരോട് ഒളിച്ചോടി പോയത് നിങ്ങൾ എന്നോട് കാല് നിർത്തിയിരിക്കും. അതിന് നിങ്ങൾ എന്റെ പക്കിട്ട് കയറാൻ പറയുന്നത് കേട്ടാ അച്ഛൻ വരുന്നടാ. ഞാനെങ്ങനെയാണ് അച്ഛൻ്റെ അടുത്ത് പോകാൻ പറയുന്നത്? 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസിന് എന്നെ മനുഷ്യന്മാരാണ് വന്നിരിക്കണം. അഭിനയം നിർത്തടാ. ഇടവകയിൽ അച്ഛൻ വന്നെന്നാ ഞാൻ പറഞ്ഞു. അതിന്റെ അത് തന്നെ വിശ്വാസം. നിന്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ. നിന്റെ നീ വിശുദ്ധ പ്രമാണം വരെ കൊണ്ട് നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തിയോടാ. ബൈബിളിനെ കുറിച്ച് എന്തറിയാം? ബൈബിൾ എടുത്തോണ്ടോ? ഞാൻ ഇവരോട് ബൈബിളിൽ ഒരു ചോദ്യം ചോദിക്കാം. ഞാൻ ബൈബിളിനെ അരച്ചുകറി കുറിച്ചത് ബൈബിളില്ല. ഞാൻ ബൈബിളിൽ നിന്നോട് ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയാം. ഭയങ്കര അരച്ചിലേക്ക് കൂടിയാണ്. ആദാമിന് എത്ര മക്കളുണ്ട്? ആദാമിന് 2 മക്കളേ ഉള്ളൂ. ഒന്ന് കായേലും ഒന്ന് ഹാഗേലും. കലിയകുമാറിന്റെ പടത്തിലെ കാര്യം ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളൊക്കെ വല്ലതൊക്കെ തരുന്നുണ്ടോ? അപ്പൊ മൂത്തവൻ അമേരിക്കയിലല്ലേ, ഒന്നും തരാറില്ലെന്ന്. പിന്നെ ഇളയവൻ അവന് ഇടക്കിടയ്ക്ക് തരണം എന്നുണ്ട്. ഞാൻ കൊള്ളാതെ കുടുംബത്തിൽ ദൈവവിശ്വാസങ്ങൾ വളരെ കുറവാണ്. നിങ്ങളൊന്ന് ദൈവവുമായിട്ട് ഒരുപാട് അടുക്കുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. പണ്ട് ഞാൻ സുന്ദരമായ ഒരു കിളിയെ വളർത്തിയിരുന്നു. ആ കിളി വർഷങ്ങൾക്ക് ശേഷം പറന്നകന്നുപോയി. അത് കഴിഞ്ഞാൽ ഒരു അണ്ണാനെ വളർത്തി. ആ അണ്ണാനെ വളരെ സുന്ദരമായ ഒരു അണ്ണാനായിരുന്നു. അത് വളർന്ന് വന്നപ്പോൾ അതും എങ്ങാണ്ടോട്ട് ചാടിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു മരം വളർത്തി. ആ മരം വളർന്ന് പന്തലിച്ച് വലുതായപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പറന്നുപോയ ആ കിളി ആ മരത്തിൽ വന്ന് ചേക്കേറി. ചാടിപ്പോയ അണ്ണാനും ഈ മരത്തിൽ വന്ന് ചേക്കേറി. ഇതിനെന്ത് മനസ്സിലായി? എനിക്ക് വേറൊരു കഥയുണ്ട്. അത് നീ പറ. അതേപോലത്തെ സിറ്റുവേഷൻ ബൈബിളിലാണ്. എന്റെ ഒരു കൂട്ടുകാരൻ ഞാനൊരു വീഡിയോ വാങ്ങിച്ചപ്പോ അവൻ ഷിബു. പിന്നെ ഞാൻ ഒരു മിക്സർ വാങ്ങിച്ചപ്പോ രതീഷ് അതെടുത്തിട്ട് അപ്പൊ രതീഷ് വീഡിയോ കൊണ്ടുവന്ന് അവിടെ ചെക്ക് ചെയ്തു. അവൻ മിക്സർ കൊണ്ടുവന്ന് ഇവിടെ ചെക്ക് ചെയ്തു. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ചെക്ക് ചെയ്തു. ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ ഓവറായിട്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ കണക്കുകളും ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കും. ഞാൻ ഇന്ന് വരെ ആരും ദോശ അടിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ദൈവം എന്റെ പൊന്നെ മത്തായി, നിന്റെ ശ്വാസത്തിന് വരെ മദ്യത്തിന്റെ മണമാണല്ലോടാ. നീ എങ്ങനെ സ്വർഗത്തിൽ പോവടാ? ഇവിടെ നിന്ന് ശ്വാസം പോയിട്ടല്ലേ നമ്മൾ സ്വർഗത്തിൽ പോകണം. പിന്നെ അവിടെ ആരുമില്ലല്ലോ. അവനാണെങ്കിൽ പാട്ടും കൂത്തൊന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കാൻ ഇടവകയുടെ ഒരു പൊതു ശല്യമാണ് കേട്ടോ. മാത്രമാണ് അച്ഛൻ അവനൊന്ന് ഉപദേശിക്കണം. ഇതൊക്കെയാണെങ്കിലും അച്ഛൻ എന്റെ കുഞ്ഞി എന്ന് വരെ ഇടവകയിൽ പാടാൻ ഒരു അവസരം കൊടുത്തിട്ടില്ല. അറിയാപ്പാപ്പൻ അങ്ങനെ മാത്രം പറയരുത്. എന്താണ്? കഴിഞ്ഞ വർഷം ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇവന് പീഡാനുഭവത്തിന് കഥാവിന്റെ പാട്ട് പാടാൻ ഞാൻ അവസരം കൊടുത്തു. ഇവൻ എന്താ പാടിയതെന്ന് ചോദിച്ചില്ല. പാടിക്കാണോ പാടിക്കേ. Put
കുഞ്ഞു കുഞ്ഞു കുത്തി കുഞ്ഞു കുഞ്ഞു കുത്തി കുഞ്ഞു കുഞ്ഞു കുത്തി കുഞ്ഞു കുഞ്ഞു കുത്തി ഇവ പാടി തീരുകയും ഇടവകയിലെ ഒരു സംഘം ആൾക്കാർ പിച്ചാത്തിയാണ് എന്നെ കുഞ്ഞുവിനെ കുത്താനായി. പാട്ടിന്റെ പേരിൽ മെസ്സിന്റെ രക്ഷയിലെ കറിയപ്പ കഴിക്കാൻ എന്തെങ്കിലും പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവാ. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവാ. എന്റെ ദൈവമേ, ഞാൻ അമേരിക്കൻ അച്ഛൻ എത്ര നാളായി അച്ചായൻ അതല്ല, ഞാൻ അച്ചായൻ. ഞാൻ ഒന്ന് പെട്ടിയാ ഇതൊന്ന് പിടിച്ചെടുക്ക. ഇതിനകത്ത അടിപൊളി. അതൊന്നും ഇവിടെ എടുക്കാനുള്ളതല്ല, അതെന്റെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള. എന്റെ അച്ഛന് കൊടുക്കണം, മറ്റേതേ എന്റെ ഇപ്പഴത്തെ മൈക്ക് എടി ഞാൻ പറഞ്ഞോട്ടെ. ആദ്യം 2 പ്രാവശ്യം ശല്യം ചെയ്തില്ലേ, അതിന്റെ സോറി പറയാൻ വന്നതാണ്. അമേരിക്കയിലാണല്ലേ നാട്ടിലാണല്ലേ നിങ്ങൾ അപ്പത്തിന് ഞാൻ നന്നായിട്ട് തോന്നുന്നത്. സമയാസമയം മരുന്നും ആഹാരവും എല്ലാം കൊടുക്കും. പക്ഷെ മരുന്ന് കഴിക്കുന്നില്ല. കഴിക്കുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് ഇങ്ങനെ മറ്റേ സാധനം ഓക്കെ ഞാന് നമ്മുടെ അപ്പച്ചന് മരുന്ന് എങ്ങനെയെന്നറിയാം കൊടുക്കുന്നത്. എന്റെ ഇവിടെ അടിച്ചൊരു ഒഴിഞ്ഞ കുപ്പി ഉണ്ടായി. ആ കുപ്പിയിൽ മരുന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് അപ്പച്ചന്റെ മുമ്പ് കൊണ്ട് അടിച്ചിട്ട് അപ്പച്ചന്റെ പറഞ്ഞു, അപ്പച്ച നോക്കിയാണ്. അപ്പച്ചൻ പറഞ്ഞു എന്താണ്? ഞാനെന്താ അറിയാം, അങ്ങ് കുടിക്കും. എന്നിട്ട് അപ്പച്ചന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പച്ചൻ കുടിക്കൂല, കുടിക്കും. അപ്പച്ചന് വീണ്ടും പറ്റിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും എടുത്ത് വീണ്ടും അപ്പച്ചന് മരുന്ന് കൊടുക്കണ്ടേ? അപ്പച്ചൻ കുടിക്കൂല. അങ്ങനെ എല്ലാവരെയും ഇനി വന്ന് ക്രിസ്മസ് പ്രമാണിച്ച് ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ട്. ആരും വിഷമിക്കരുത്. ഇല്ല, ഞാനത് പറയാൻ പോവാ. മനസ്സ് വിഷമിക്കരുത്. ഇല്ല പറ. അപ്പ തീർന്നു. നിങ്ങളുടെ കപ്പ തീർന്നു പോയെന്നല്ല ഞാൻ പറഞ്ഞത്, കപ്പ തീർന്നു പോയെന്ന്. ആ കപ്പ മൊത്തം തീർന്നു പോയി. അതപ്പോ ഞാൻ വന്നപ്പോ കാലാവസ്ഥ അങ്ങനെ ഇവിടെ മക്കളെ എന്റെ അമേരിക്കയിലൊക്കെ ക്രിസ്മസ് ഒക്കെ ഉണ്ടാടാ. എന്റെ അപ്പത്തെ ഇവിടെ വല്ല ക്രിസ്മസ് ആണോ? അമേരിക്കയിലെ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് അടിച്ചുപൊളി, അടിപൊളിയാ. അവിടെ സ്റ്റാർ ഒക്കെ ഉണ്ടോടാ? അപ്പത്തെ അവിടുത്തെ സ്റ്റാർ ഞാനില്ല. എന്റെ വേറെ ഒരു സ്റ്റാർ ഇല്ല, വേറെ സ്റ്റാർ ഇല്ല. നമ്മുടെ ഇവിടുത്തെ പോലെ ക്രിസ്മസിന് അവിടെ മത്സരങ്ങളൊക്കെ, പിന്നെ അവിടെ ഭയങ്കര മത്സരം. പുഴി കാണിക്കാൻ അവിടെ ആണെങ്കിൽ ഇവിടെ ആണെങ്കിലും ഇവിടെ കഴിഞ്ഞ് മറ്റൊരാളില്ല. ഇവിടെ പെണ്ണുങ്ങളുടെ പേരിലാണ് അല്ലാതെ റഫറി ഒന്നും അകത്ത് പോയി
ഇവിടെ നിന്ന് എന്നാടാ ശ്വാസനയാണെങ്കിൽ ഇത് കുടിവെട്ടുകാരന്റെ മോൻ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ നമ്മൾ ഉപദ്രവിക്കുന്നത് പാപമാണ്. നീ ഇങ്ങനെ പാട്ടും പാടി തോട്ടി വിട്ടിട്ട് നമ്മുടെ പെണ്ണെ നമ്മൾ തട്ടിക്കൊണ്ട് പോകാൻ അന്ന് കണ്ടവളോടൊപ്പം എന്റെ പെണ്ണൊഴിച്ചോടി എന്റെ കുടുംബത്തിനോട് നേരത്തെ പോകുന്നു. ഹമ്മേ 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 ഞാൻ പറയുന്നൊന്നും കേൾക്കില്ല. കരിയപ്പാപ്പന്റെ മകൻ അമേരിക്കയിലാണ്. ഒരു മകൻ അമേരിക്കയിൽ, ഒരു മകനോട് പാട്ടും പാടി തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. നോക്കാൻ നിർത്തിയിരിക്കുന്ന ജോലിക്കാരാണ്. ഒരു ഉത്തരവാദിത്തോടെ 24 മണിക്കൂർ വെള്ളമടിച്ച് നടക്കുന്നു. കരിയപ്പാപ്പനെ വീട്ടിൽ സംരക്ഷിക്കാനും നോക്കാനും ഒരു കുട്ടി വേണ്ടേ? വെള്ള സമയത്ത് ഒരു കുട്ടി വേണ്ടേ? അപ്പോൾ ഒരു കാര്യം ഇവരുടെ വിവാഹം നടത്തുന്നു. കരിയപ്പാപ്പന് വയസ്സുകാരൻ ആളായില്ലേ? നിനക്ക് ഷോസിന്റെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഓക്കെ, ഷോസിന്റെ എങ്ങനെ ഒരു കാര്യം ചെയ്യാം. വരുന്ന ന്യൂ ഇയറിന് ഇവരുടെ വിവാഹം നമുക്ക് മംഗളകരമായിട്ടൊക്കെ നടത്തി കൊടുക്കാം. നടക്കില്ല. ന്യൂ ഇയറിന് നടക്കില്ല. ജനുവരി 1 നടക്കാം.